നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിന് പുറത്തുനിന്നും രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തു നിന്നും വിദ്യാർത്ഥികൾ അറിവ് തേടി കേരളത്തിലെത്തുന്ന വിധത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളതാണ്. 2031 ആകുമ്പോഴേക്കും അത്തരത്തിലൊരു ആഗോള ഹബ്ബായി കേരളത്തെ മാറ്റാനാണ് നമ്മുടെ പരിശ്രമം. പ്രതിവർഷം ചുരുങ്ങിയത് 10,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള 30,000 വിദ്യാർത്ഥികളെയും എങ്കിലും നമ്മുടെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും ആകർഷിക്കാൻ ലക്ഷ്യം വയ്ക്കുകയാണ്. ലോകമെമ്പാടുമുള്ള പഠിതാക്കൾ, വിദ്യാർത്ഥികൾ മാത്രമല്ല പണ്ഡിതന്മാരും പ്രൊഫഷണലുകളുമെല്ലാം കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടണം. വൈവിധ്യമാർന്നതും ലോക നിലവാരത്തിലുള്ളതും കരിയർ അധിഷ്ഠിതവുമായ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് ലോകമെമ്പാടുമുള്ള വിവിധ വൈജ്ഞാനിക മേഖലകളിൽ അറിവന്വേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിദഗ്ധരും പണ്ഡിതരുമെല്ലാമായിട്ടുള്ള ബുദ്ധിജീവികളും ഒക്കെ ആയിട്ടുള്ളവർ അവരുടെ അന്വേഷണങ്ങളെ പിന്തുടർന്ന് എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട്, ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു വൈജ്ഞാനിക കേന്ദ്രമായിട്ട് കേരളത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഉന്നത വീക്ഷവും ഉദാത്തമായ മാതൃകയും ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2016 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ പിന്തുടർച്ചയായി ഏറ്റെടുത്തിട്ടുള്ള ഒട്ടനവധി ഭാവനാസമ്പന്നമായ വീക്ഷണങ്ങളും ദിശാബോധവും പകർന്നുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. അതിൻ്റെ ഫലം ഇന്ന് കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി വളർത്തിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ആ നേട്ടങ്ങൾ ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൈം മാഗസിൻ ലോകരംഗത്തെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് നിർണ്ണയിച്ചപ്പോൾ ആ റാങ്കിങ്ങിൽ MG യൂണിവേഴ്സിറ്റി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ 9 യൂണിവേഴ്സിറ്റികളിലൊന്നായി വരുമ്പോൾ കേരളത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയായും MG യൂണിവേഴ്സിറ്റി മാറിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുന്നു.